എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇതിന് ജോയിൻ ചെയ്തപ്പോ തന്നെ ആം, നേരത്തെ പഠിച്ചെടുക്കാം എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പക്ഷെ ജോലിയുടെ ഭാരം എല്ലാം കൂടെ എനിക്കങ്ങ് കണ്ടിന്യൂ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു. പഠനം ദിവസം അതുപോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ എക്സാം തുടങ്ങുന്നതിനൊരു എന്താ പറയാ 1-2 മാസം അത്രയൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ എടുത്ത് പഠിച്ചു തുടങ്ങിയപ്പം ഓരോ പേപ്പറായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പോയിന്റ്സ് എനിക്ക് തോന്നിയതാണ്. കാരണം ഞാനൊരു സയൻസ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരുപാട് എഴുതാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അത് ഞാൻ മാമിനോട് ഷെയർ ചെയ്തായിരുന്നു. ഈ പോയിന്റ്സുകളെല്ലാം മനസ്സിലാക്കി എടുത്തു. പോയിന്റ്സ് വെച്ചിട്ട് പിന്നെ എഴുതാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ തനിയെ ഇങ്ങനെ നമ്മുടെ നോട്ട്സും അതെല്ലാം വെച്ചിട്ട് പഠിച്ചെടുക്കുക ചെയ്തത്. പിന്നെ ടെക്സ്റ്റ് ഒരുപാട് വായിച്ചായിരുന്നു. ടെക്സ്റ്റ് വായിക്കാൻ വെറുതെ വായിച്ചു വിടുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു രീതി. അങ്ങനെ വായിച്ചു വിട്ടത് കൊണ്ടാണ് ലാസ്റ്റ് എനിക്ക് കുറെ അധികം കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിച്ചു അങ്ങനെ ടെക്സ്റ്റ് വായിച്ചത് കൊണ്ട്. പിന്നെ സംശയം തോന്നുന്ന പോർഷൻസ് ഒക്കെ ക്ലാസ് കാണുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അതിലെനിക്ക് തോന്നുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എക്സാം. പക്ഷെ ഫസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു പേപ്പറും എഡ്യൂക്കേഷൻ നേച്ചർ ആൻഡ് പർപ്പസ് എന്ന് പറയുന്ന ഒരു 0-1-2 ആ 2 പേപ്പറും ആദ്യത്തെ 2 പേപ്പറുകൾ വളരെ നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് വണ്ണൊക്കെ വന്നപ്പോഴത്തേക്കും കുറെ ടേംസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. പക്ഷെ അവസാനം എനിക്ക് തോന്നിയത് കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് നേരത്തെ കുറച്ചും കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് എക്സാം ടഫ് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ലേൺ വൈസിന്റെ മറ്റേ ആ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ലാസ്റ്റ് ആയപ്പോ എനിക്ക് ഫൈനൽ ലാപ്പില് ആക്ച്വലി എല്ലാം കവർ ചെയ്യാൻ പറ്റാതെ ഒരു കണ്ടീഷൻ വന്ന് സ്ട്രെസ് ഫീൽ ചെയ്തു. അന്നേരം ഞാൻ ശരിക്കും അത് മാത്രമാണ് നോക്കിയത്. അത് ബേസ് ചെയ്തിട്ടുള്ള ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും അത് മാത്രം റെഫർ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തു. ഈ 6 പേപ്പറിനും അത് വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അത്രേ പറയാനുള്ളത്. നെക്സ്റ്റ് ഇയറിൽ ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഇതുപോലെ ലാസ്റ്റിൽ വെക്കാതെ ആദ്യം തന്നെ ഒരു ദിവസം ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് പോർഷൻസ് വീതം പഠിച്ചു പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റെങ്കിലും ഇങ്ങനെ വായിച്ച് വായിച്ച് നേരത്തെ ഒന്ന് നോക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇനി എത്രമാത്രം അതെനിക്ക് നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ദാറ്റ് ഡിപ്പെൻസ് ഓൺ എന്റെ ഒരു സമയവും സ്കൂളിലെ ഇതും ഒക്കെ ആയിട്ട് ഇരിക്കും അത്. എന്നാലും ഞാനിപ്പോ ഒരു എക്സാംസ് എഴുതിയതിന്റെ ഒരു കോൺഫിഡൻസിൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു എനിക്കിത് കിട്ടുമോന്നോ അറിയില്ല ആക്ച്വലി. എന്നാലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റി എന്നുള്ളത് ഒരു മനസ്സിലൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തത് നന്നായിട്ടൊന്നും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എഴുതണം, നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ.